Dear students, welcome back to the next class of biology. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഫ്രോണിൻ്റെ സ്ട്രക്ചറും യൂറിൻ ഫോർമേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് കിഡ്നി ഡിസീസസ്, ദെൻ സെക്കൻഡ് വൺ ഡയാലിസിസ്, ദെൻ തേർഡ് വൺ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ദെൻ എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസംസ് ആൻഡ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, so let's start our class. Our first topic is kidney diseases. മെയിനായിട്ടും 3 ഡിസീസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നെഫ്രൈറ്റിസ്, സെക്കൻഡ് വൺ കിഡ്നി സ്റ്റോൺ, ദെൻ തേർഡ് വൺ യൂറീമിയ. ഇതിലെ ഫസ്റ്റ് ഡിസീസാണ് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് എന്നുള്ള ഡിസീസിന് ഇതൊരു കിഡ്നി ഡിസീസാണെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നി ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. അതായത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, അണുബാധ, അതല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ, വിഷബാധ. ഓക്കെ, അപ്പോൾ അണുബാധയോ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വിഷബാധയോ മൂലം നമ്മുടെ കിഡ്നിക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, കിഡ്നിക്ക് ഉണ്ടാവുന്ന വീക്കത്തിനെ പറയുന്ന പേരാണ് അതാണ് എന്ത് നെഫ്രൈറ്റിസ് എന്നുള്ള രോഗം. മനസ്സിലായോ? എന്താണ് ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നി ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. ഇനി അതിൻ്റെ സിംറ്റംസ്, അതായത് നെഫ്രൈറ്റിസ് വന്നോ എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ, ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ടർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂറിൻ. ടർബിഡ് എന്ന് പറഞ്ഞാൽ കലങ്ങിയത്, ഡാർക്ക് കളേർഡ്, കലങ്ങിയതും ഡാർക്ക് കളേർഡുമായിട്ടുള്ള യൂറിൻ, ബാക്ക് പെയിൻ, നല്ല പുറംവേദന ഉണ്ടായിരിക്കും, ഫീവർ ഉണ്ടായിരിക്കും, പനി ഉണ്ടായിരിക്കും, ഇടിമ ഉണ്ടായിരിക്കും, അതായത് നീർക്കെട്ടുണ്ടായിരിക്കും. എവിടെയൊക്കെയാണ്? ഓൺ ഫേസ് ആൻഡ് ആങ്കിൾ, കണങ്കാലിലും ഫേസിലും ഒക്കെ നീർക്കെട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നെഫ്രൈറ്റിസിൻ്റെ സിംറ്റം. ഇനി രണ്ടാമത്തെ ഡിസീസാണ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോൺ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഡിപ്പോസിഷൻ ഓഫ് ക്രിസ്റ്റൽ ഓഫ് കാൽസ്യം സോൾട്ട് ഇൻ ദ കിഡ്നി ഓർ യൂറിനറി ട്രാക്ട്. കിഡ്നിയിലും യൂറിനറി ട്രാക്റ്റിലും കാൽസ്യത്തിൻ്റെ സോൾട്ട്, ക്രിസ്റ്റൽ ഓക്കെ, കാൽസ്യത്തിൻ്റെ ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുക, ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് എന്ത്? കിഡ്നി സ്റ്റോൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറയും. ഓക്കെ, അതിൻ്റെ സിംറ്റംസ് ആണ് പെയിൻ ഇൻ ദ ലോവർ അബ്ഡോമൻ, അതായത് അടിവയറ്റിൽ നല്ല വേദന ഉണ്ടായിരിക്കും. ദെൻ ബ്ലോക്കേജ് ഓഫ് യൂറിൻ, മൂത്ര തടസ്സം അനുഭവപ്പെടും. ഡിസീസ്നെസ് എന്ന് പറഞ്ഞാൽ തലകറക്കം. ഓക്കെ, ഡിസീസ്നെസ് എന്ന് പറഞ്ഞാൽ തലകറക്കമാണ്. ദെൻ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഛർദി. ഓക്കെ, ഇതൊക്കെയാണ് കിഡ്നി സ്റ്റോണിൻ്റെ സിംറ്റംസ്. ഓക്കെ, അപ്പോൾ എന്താണ് കിഡ്നി സ്റ്റോൺ? കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഡിപ്പോസിഷൻ ഓഫ് ക്രിസ്റ്റൽ ഓഫ് കാൽസ്യം സോൾട്ട് ഇൻ കിഡ്നി ഓർ യൂറിനറി ട്രാക്ട്. മനസ്സിലായല്ലോ? അതിൻ്റെ സിംറ്റംസ് ആണ് പെയിൻ ഇൻ ദ ലോവർ അബ്ഡോമൻ, ബ്ലോക്കേജ് ഓഫ് യൂറിൻ, ഡിസീനസ്, ദെൻ വൊമിറ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത ഡിസീസാണ് യുറീമിയ. യുറീമിയ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസാണ് യുറീമിയ എന്നറിയപ്പെടുന്നത്. അതായത് നെഫ്രൈറ്റിസ്, കിഡ്നിക്ക് ഉണ്ടാവുന്ന നെഫ്രൈറ്റിസ്, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഈ കണ്ടീഷനൊക്കെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യുറീമിയ എന്നുള്ള പേരിലാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസ് ഈസ് കോൾഡ് യുറീമിയ. ഏതൊക്കെയാണ് ഡിസീസസ്? ഏതൊക്കെയാണ്? ഏതുമാവാം, ഏത് ടൈപ്പ് ഡിസീസും, നെഫ്രൈറ്റിസോ ഡയബറ്റീസോ ഹൈ ബ്ലഡ് പ്രഷറോ ഏതുണ്ടായാലും അത് ഏത് കണ്ടീഷനാണ്? യുറീമിയ എന്ന് പറയുന്ന ഡിസീസാണ്. ഓക്കെ, അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അനീമിയാണ്, വിളർച്ച ഉണ്ടായിരിക്കും. ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, അതെന്താ? ബോഡി വെയ്റ്റ് കുറയാം. ദെൻ ഡിസിനസ് മീൻസ് തലകറക്കം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് സഫോക്കേഷൻ ഉണ്ടായിരിക്കും. സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസതടസ്സം അനുഭവപ്പെടും ആ പേഷ്യൻസിന്. ഡയേറിയ ഉണ്ടായിരിക്കും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സ്റ്റോപ്സ് ഗ്രാജ്വലി. പിന്നെ എന്ത് ചെയ്യും? ഗ്രാജ്വലി യൂറിൻ്റെ പ്രൊഡക്ഷനും നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണവുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിഡ്നി ഡിസീസസ്. ഏതൊക്കെയാണ്? നെഫ്രൈറ്റിസ്, കിഡ്നി സ്റ്റോൺ ആൻഡ് യുറീമിയ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് പ്യൂരിഫയിങ് ബ്ലഡ് by passing it through artificial kidney when the kidneys become non-functional. അതായത് കിഡ്നിക്ക്, 2 കിഡ്നിക്കും തകരാർ സംഭവിച്ചാൽ അത്തരം രോഗികളിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള, കൃത്രിമമായിട്ടുള്ള ഒരു കിഡ്നി ഉപയോഗിച്ച് അവരുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഹീമോഡയാലിസിസ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ? ഹീമോഡയാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് purifying blood by passing it through artificial kidney when the kidney become non-functional. മനസ്സിലായോ? ഇനി ഹീമോഡയാലിസിസിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഹീമോഡയാലിസിങ്, അതായത് ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് ഈ തന്നിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിൽ നിങ്ങൾ കണ്ടോ, ഇതാണ് അത് ഡയാലിസിങ് യൂണിറ്റാണ് ഈ തന്നിട്ടുള്ളത്. അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. ബ്ലഡ് ഫ്രം ദ ആർട്ടറി വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ഇൻ ടു ദ ഡയലൈസിങ് യൂണിറ്റ്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ, ഇവിടെ നോക്കുക, ഇവരുടെ കയ്യിൽ ഒരു ആദ്യം ഒരു സർജറി വഴി ഫിസ്റ്റുല എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ, യു ഷേപ്ഡ് ഒരു ട്യൂബ് കണ്ടോ, ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. അത് ഫസ്റ്റ് ഈ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അവരുടെ കിഡ്നി പേഷ്യൻറ്റിൽ എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ ഒരു ഫിസ്റ്റുല സർജറി വഴി കയറ്റും. ഓക്കെ, അതിൻ്റെ രണ്ട് എൻഡ്, അതായത് അത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഫിസ്റ്റുലയുടെ രണ്ട് ഭാഗം യു ഷേപ്പാണ്, അതിൻ്റെ രണ്ടറ്റവും കണക്ട് ചെയ്യുന്നത് നമ്മുടെ ആർട്ടറിയെയും വെയിനിലോട്ടും ആയിരിക്കും. ഓക്കെ, ആർട്ടറിയിലാണ് നമുക്കറിയാം എന്താണ്, ആർട്ടറി വഴി ബ്ലഡിന് എന്ത് ചെയ്യും, ആർട്ടറി എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ റീനൽ ആർട്ടറിയാണ് കേട്ടോ. ആർട്ടറിയിലെ ബ്ലഡ് എന്ത് ചെയ്യും, ഒരു വെസൽ വഴി നേരെ ഡയലൈസിങ് യൂണിറ്റിലോട്ട് പോകും. ഓക്കെ, അതാണ് ഈ തന്നിട്ടുള്ളത്. ബ്ലഡ് ഫ്രം ആർട്ടറി വിത്ത് എ ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ഇൻ ടു ദ ഡയലൈസിങ് യൂണിറ്റ്. ഓക്കെ, ഈ തന്നിട്ടുള്ളത് ഡയലൈസിങ് യൂണിറ്റ് ആണ്. അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത്. ഈ ഡയലൈസിങ് യൂണിറ്റിലോട്ട് ആർട്ടറിയിൽ നിന്നുമുള്ള ഹൈ ക്വാണ്ടിറ്റി ബ്ലഡ്, ആ ബ്ലഡിൻ്റെ പ്രത്യേകത അതിൽ നന്നായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ആ വേസ്റ്റ് മെറ്റീരിയലുള്ള ബ്ലഡ് നേരെ എവിടേക്ക് കയറും, ഈ ഡയലൈസിങ് യൂണിറ്റിലോട്ട് കയറും. ഇപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് പുറത്തോട്ട് വന്നാൽ അത് ക്ലോട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് നമ്മൾ പഠിച്ചതാണ് EDTA അല്ലേ, EDTA. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മറ്റൊരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. EDTA അറിയപ്പെടുന്നത് ആൻറ്റി കൊയാഗുലൻ്റ് എന്നാണ്. അപ്പോൾ EDTA പോലുള്ള ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ. ഓക്കെ, അപ്പോൾ ഈ ഡയലൈസിങ് യൂണിറ്റിൽ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉണ്ട്. ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന വസ്തുവാണ് എന്ത്, ഈ ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് EDTAയും ഹെപ്പാരിനും. ഓക്കെ, അപ്പോൾ ഡയലൈസിങ് യൂണിറ്റിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് ഏതാണ്, ഹെപ്പാരിനാണ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആർട്ടറിയിലൂടെ വരുന്ന ഹൈ ക്വാണ്ടിറ്റി ബ്ലഡിനെ ഏതിലോട്ടാക്കും, ഡയലൈസിങ് യൂണിറ്റിലോട്ട് പോകും. ഒരു വെസൽ വഴി ഡയലൈസിങ് യൂണിറ്റിലോട്ട് എത്തും. സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഡയലൈസിങ് യൂണിറ്റ് ദ വേസ്റ്റ് കണ്ടെയ്ൻഡ് ഇൻ ബ്ലഡ് ഡിഫ്യൂസ് ഇൻ ടു ദ ഡയലൈസിങ് ഫ്ലൂയിഡ്. അതായത് ഡയലൈസിങ് യൂണിറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, അതിൽ കണ്ടോ ഒരു ട്യൂബ് കണ്ടോ, ഈ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ് കണ്ടോ, ആ ട്യൂബിലൂടെയാണ്, ആ ഒരു ഭാഗത്തൂടെയാണ് എന്ത് നടക്കുന്നത്, പ്യൂരിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ അതിൽ ആ ട്യൂബിലുള്ള ഡയലൈസിങ് ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡിലോട്ട് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഡിഫ്യൂസ് ചെയ്യും. ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വഴി ഡയലൈസിങ് ഫ്ലൂയിഡിലോട്ട് മാറും. ഓക്കെ, അപ്പം എന്ത് ചെയ്തു, അങ്ങനെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. ആ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ വെയിൻ. പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വേറൊരു വെസലിലൂടെ വന്ന് നമ്മുടെ എന്ത് ചെയ്യും, കണ്ടോ, നിങ്ങളെ ഹാൻഡിൽ കണ്ടോ, അടുത്ത ആ ബ്ലൂ കളർ ട്യൂബ് കണ്ടോ, അതിലോട്ട് കയറും. മനസ്സിലായോ? ഇത്രയുമാണ് ഹീമോഡയാലിസിസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഹീമോഡയാലിസിസിൻ്റെ സ്റ്റെപ്പൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ്. അപ്പം നമ്മൾ അവിടെ ആദ്യം പറയേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി, ഈ ഡയാലിസിസ് പറയുമ്പോൾ പറയേണ്ടതാണ്, ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി, അതാണ് ഈ ഡയലൈസിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ കിഡ്നി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡച്ച് ഡോക്ടറായിട്ടുള്ള വില്യം ജോൺ കോഫ് ആണ്. ഓക്കെ, അപ്പോൾ ആരാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വില്യം ജോൺ കോഫ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഓക്കെ സ്റ്റുഡൻറ്റ്, നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ്. നോക്കുക, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് 2 കിഡ്നിയും കംപ്ലൈൻ്റ് ആയിട്ടുള്ള, ഡാമേജ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിന്, അതായത് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പേഷ്യൻറ്റിന് മാത്രമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്. ഇനി ഈ കിഡ്നി പ്ലാന്റേഷൻ നടത്തുമ്പോൾ ഡോണർ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി പേഴ്സൺ ആയിരിക്കണം. ഒരു ആക്സിഡൻറ്റിലൂടെയൊക്കെ മരിച്ച ഒരു വ്യക്തിയുടെ കിഡ്നിയാണ് എന്ത് ചെയ്യുക, മറ്റൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. മനസ്സിലായോ?
ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഡ്യൂറിങ് ട്രാൻസ്പ്ലാന്റേഷൻ ദ ഡാമേജ്ഡ് കിഡ്നീസ് ആർ നോട്ട് റിമൂവ്ഡ്. അവിടെ നിന്നും നിങ്ങൾ രണ്ടാമത്തെ പിക്ചറിലോട്ട് നോക്കുക, അവിടെ ഡാമേജ്ഡ് കിഡ്നീസ് ഒന്നും ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ റിമൂവ് ചെയ്യുന്നില്ല. പകരം അതിന് തൊട്ട് താഴെയായിട്ടാണ് ഡോണറുടെ കിഡ്നി എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻസ്റ്റഡ് ന്യൂ കിഡ്നി ഈസ് കണക്റ്റഡ് ബിലോ ദ നോൺ ഫങ്ഷണൽ കിഡ്നി വിത്ത് ദ റെസിപ്പിയൻസ് റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ. മനസ്സിലായോ? അതായത് ഡോണറുടെ കിഡ്നി എന്ത് ചെയ്യും, ഈ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള കിഡ്നിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ റെസിപ്പിയൻ്റ് ഉണ്ട്, അതായത് ഈ ട്രാൻസ്പ്ലാന്റ് സ്വീകരിക്കുന്ന ആളില്ലേ, ആ സ്വീകരിക്കുന്ന ആളുടെ റീനൽ ആർട്ടറിയും റീനൽ വെയിനുമായിട്ട് അത് കണക്ട് ചെയ്യും. രണ്ടാമത്തെ പിക്ചറിൽ കണ്ടോ, കണക്ട് ചെയ്തത് കണ്ടോ? ഓക്കെ. ഇനി അതുകൂടാതെ ഈ ഡോണറുടെ കിഡ്നിയുടെ യുറേറ്റർ ഉണ്ട്. യുറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറിൻ കളക്ട് ചെയ്യുന്ന വെസലാണ്, ട്യൂബാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നോക്കുക, അതിൽ ആ യെല്ലോ കളറിൽ നീണ്ട് കിടക്കുന്നതാണ് യുറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ കിഡ്നിയുടെ യുറേറ്റർ എന്ത് ചെയ്യും, ഈ റെസിപ്പിയൻറ്റിൻ്റെ സ്വീകർത്താവിൻ്റെ യൂറിനറി ബ്ലാഡറുമായിട്ട് എന്ത് ചെയ്യും, കണക്റ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടത്തുന്നത്. ഇനി ആദ്യമായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ്. മനസ്സിലായോ? ആരാണ്? ഡോക്ടർ ജോസഫ് ഇ മുറേ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കണ്ടക്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ നെക്സ്റ്റ് ടോപ്പിക് എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസംസ്. നോക്കുക, ഇനി ഈ മനുഷ്യരെ പോലെ തന്നെ മറ്റ് ഓർഗാനിസത്തിലും ഈ എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് ഓർഗാനിസംസിൽ, ഇപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ആ ഓർഗാനിസത്തിലൊക്കെ നടക്കുന്ന എക്സ്ക്രീറ്ററി പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമീബയെ കുറിച്ചാണ്. നോക്കുക, അമീബയ്ക്ക് നോ സ്പെസിഫിക് എക്സ്ക്രീറ്ററി ഓർഗൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ അമീബയ്ക്കില്ല. ammonia, excess water that reach the cell etc. are expelled through contractile vacuole. പക്ഷേ അമീബയ്ക്ക് നമ്മൾ പറഞ്ഞു സ്പെസിഫിക് എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല. എന്നിരുന്നാലും അതിലെ എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയിട്ടുള്ള അമോണിയയും എക്സസ് ആയിട്ടുള്ള വാട്ടറും സെല്ലിലെ കൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ട്. ആ വാക്യൂൾ വഴിയാണ് എവിടേക്ക് പോകുന്നത്, ഔട്ട്സൈഡ് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അമീബയ്ക്ക് സ്പെസിഫിക് എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല, എന്നിരുന്നാലും എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയിട്ടുള്ള അമോണിയ, എക്സസ് വാട്ടർ എക്സ്പെൽഡ് ത്രൂ ദ കൺട്രാക്റ്റൈൽ വാക്യൂൾ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസെക്ട്സിനെ കുറിച്ചാണ്. ഇൻസെക്ട്സിലുള്ള എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ഇൻസെക്ട്സിലെ എക്സ്ക്രീറ്ററി ഓർഗൻ. ആൻഡ് ദീസ് ആർ സീൻ കണക്റ്റഡ് ടു ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പം നമ്മൾ കോക്രോച്ചിലൊക്കെ ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് നമുക്ക് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനോട് കണക്ട് ചെയ്തിട്ടാണ് ഈ എക്സ്ക്രീറ്ററി ഓർഗൻ കാണുന്നത്. ഓക്കെ. ആൻഡ് ദേ സെപ്പറേറ്റ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ലൈക്ക് യൂറിക് ആസിഡ് ഫ്രം ദ ബോഡി ഫ്ലൂയിഡ് ആൻഡ് എലിമിനേറ്റഡ് ദം അലോങ് വിത്ത് ഡൈജസ്റ്റീവ് വേസ്റ്റസ്. അത് എന്താണ് ചെയ്യുന്നത്? എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡിനെയും, അതായത് അതിൻ്റെ ബോഡി ഫ്ലൂയിഡിൽ നിന്നും യൂറിക് ആസിഡിനെയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് വേസ്റ്റിനെയും ഒക്കെ ഈ മാൽപീജിയൻ ട്യൂബ്യൂൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെൽഡ് ഔട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസെക്റ്റിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗനാണ് ഏത്? മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അവിടെ അവർ എക്സ്പെൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് വേസ്റ്റുകളുമാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്ത് വേമിനെ കുറിച്ചാണ്. എർത്ത് വേമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. എർത്ത് വേമിലെ എക്സ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രീഡിയ. ഓക്കെ. അപ്പോൾ നെഫ്രീഡിയ ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് എർത്ത് വേം. ദേ സെപ്പറേറ്റ് യൂറിയ, അമോണിയ, വാട്ടർ എക്സെട്ര ഫ്രം ദ ബോഡി കാവിറ്റി ആൻഡ് എക്സ്പെൽ ദം ത്രൂ സ്മോൾ പോർസ് ഓൺ ദ ബോഡി സർഫസ്. അതായത് എർത്ത് വേമിൻ്റെ ബോഡി സർഫസിൽ കാണപ്പെടുന്ന ഈ സ്മോൾ പോർസിനെ പറയുന്ന പേരാണ് എന്ത്? നെഫ്രീഡിയ എന്ന് പറയുന്നത്. ഈ നെഫ്രീഡിയയാണ് എർത്ത് വേമിലെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇനി അവിടെ എക്സ്പെൽഡ് ഔട്ട് ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയയും അമോണിയയും വാട്ടറുമാണ്. ഓക്കെ. അപ്പോൾ എർത്ത് വേമിലെ എക്സ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രീഡിയ. ഓക്കെ. ഇനി അവിടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്?
യൂറിയ, അമോണിയ ആൻഡ് വാട്ടർ. ഓക്കെ, ഇനി അടുത്ത ഓർഗാനിസമാണ് ഫിഷസ്. ഫിഷസിലെ മേജർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. ഓക്കെ, ആൻഡ് അമോണിയ ഈസ് റിലീസ്ഡ് ഡയറക്ട്ലി ഇൻ ടു വാട്ടർ ത്രൂ കിഡ്നി. അപ്പോൾ ഫിഷസിൽ നമ്മളെ ഹ്യൂമൻസിനെ പോലെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? കിഡ്നിയാണ്. ഓക്കെ, അവിടുത്തെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഏതാണ്? അമോണിയയും. മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് ഏത്? ഫ്രോഗ്. ഫ്രോഗിൽ കിഡ്നീസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ. അപ്പോൾ ഹ്യൂമൻസിനെ പോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ ഉള്ള കിഡ്നിയാണ് ഏതിൽ? ഫ്രോഗിലും എക്സ്ക്രീറ്ററി ഓർഗൻ. ഓക്കെ, ദെൻ വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് യൂറിയ ആർ ഫിൽട്ടേർഡ് ഔട്ട് ആൻഡ് ആർ എക്സ്ക്രീറ്റഡ് ആസ് യൂറിൻ. ഇനി ഫ്രോഗിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? യൂറിയയാണ്. അപ്പോൾ ഈ യൂറിയയെ ഫിൽട്ടർ ചെയ്ത് യൂറിൻ വഴിയാണ് ഫ്രോഗിൽ എന്ത് നടക്കുന്നത്? എക്സ്ക്രീഷൻ നടക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഫ്രോഗിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഏത്? കിഡ്നി. ഓക്കെ, ഇനി എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? യൂറിയയാണ്. ഇനി അടുത്ത ഓർഗാനിസംസ് ആണ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഉരകങ്ങളിലും പാമ്പ് പോലെയുള്ള വർഗ്ഗങ്ങളിലും അതുപോലെ തന്നെ ബേർഡ്സ് പക്ഷികളിലുമുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ. അതും കിഡ്നീസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ. ദേ ഫിൽട്ടർ യൂറിക് ആസിഡ്, ദ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, ആൻഡ് എക്സ്ക്രീറ്റ് ദം അലോങ് വിത്ത് ദ ഡൈജസ്റ്റീവ് വേസ്റ്റസ്. അതായത് കിഡ്നിയാണ് റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഉള്ള എക്സ്ക്രീറ്ററി ഓർഗൻ. അവിടെ ഉണ്ടാകുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? യൂറിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസും അവയുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സും. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 83 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ കാണിച്ചിട്ടുള്ളതാണ് ആ ടേബിൾ. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ അങ്ങ് ഫില്ല് ചെയ്യുക. അതായത് അമീബ തന്നിട്ടുണ്ട്, അമീബയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എഴുതുക. അങ്ങനെ ഓരോ ഓർഗാനിസത്തിൻ്റെയും എക്സ്ക്രീറ്ററി ഓർഗനും എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റും എഴുതുക. എന്നിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സിലുള്ള എക്സ്ക്രീറ്ററി പാർട്സിനെ കുറിച്ചാണ്. അപ്പോൾ ആനിമൽസിനെ പോലെ തന്നെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സും അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓർ പാർട്സും ആരിൽ കാണപ്പെടുന്നുണ്ട്? പ്ലാന്റ്സിലും ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗൻസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽ. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇവിടെ കാണുന്നതാണ്. ലീഫിൽ കാണപ്പെടുന്ന സ്മോൾ പോർസ് ആണ് എന്ത്? സ്റ്റൊമാറ്റ അല്ലേ. അതുപോലെ തന്നെ സ്റ്റെമ്മിൽ കാണപ്പെടുന്ന പോർസ് ആണ് ഇത്? ലെൻറ്റിസെൽസ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൊമാറ്റയും ലെൻറ്റിസെൽസും എന്താണ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓക്സിജനെയും അതുപോലെ തന്നെ റെസ്പിറേഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിലോട്ട് റിലീസ് ചെയ്യുന്നത് ഈ സ്റ്റൊമാറ്റയും ലെൻറ്റിസെല്ലും വഴിയാണ്. ഓക്കെ, എന്താണ്? സ്റ്റൊമാറ്റയും ലെൻറ്റിസെല്ലും ലീഫിലും സ്റ്റെമ്മിലും കാണപ്പെടുന്ന പോർസാണ്. അപ്പോൾ ഫോട്ടോസിന്തസൈസ് വഴി കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ്, ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് പ്ലാന്റ്സ് എന്ത് ചെയ്യും? എൻവിറോൺമെൻറ്റിലോട്ട് റിലീസ് ചെയ്യും. ഏതുവഴി? സ്റ്റൊമാറ്റോ വഴി. ഓക്കെ, ലെൻറ്റിസെല്ലും വഴി. അതുപോലെ തന്നെ റെസ്പിറേഷൻ വഴി, റെസ്പിറേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും അവിടെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിലോട്ട് റിലീസ് ചെയ്യുന്നത് ഈ സ്റ്റൊമാറ്റയും ലെൻറ്റിസെല്ലും വഴിയാണ്. ഓക്കെ, അടുത്തതാണ് ഹൈഡത്തോഡ്സ്. ഹൈഡത്തോഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ സർട്ടൻ ഗ്രാസസ് ആൻഡ് shrubs excess water is eliminated through small pores present at the tip of leaves called hydatoid. ഈ പുൽച്ചെടികളിലും അതുപോലെ shrub എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. ഓക്കെ, ഇപ്പോൾ പുൽച്ചെടികളിലും കുറ്റിച്ചെടികളിലും എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തോട്ട് കളയുന്നത് ലീഫിൻ്റെ, ഈ പുല്ലുകളുടെയും ഷ്രബിൻ്റെയും ലീഫിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന സ്മാൾ പോർ ഈസ് കോൾഡ് ഹൈഡത്തോഡ് വഴിയാണ്. അതുകൊണ്ടാണ് രാവിലെ നിങ്ങൾ പ്ലാന്റ്സിൽ നോക്കിയാൽ കാണാൻ വെള്ളത്തുള്ളികൾ ഇരിക്കുന്നുണ്ടാവും. അവിടെ ട്രാൻസ്പിരേഷനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈഡത്തോഡ് വഴി എക്സസ് വാട്ടർ സെക്രീറ്റ് ചെയ്യുന്നു, പുറത്തോട്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുൽച്ചെടികളിലും ഗ്രാസസിലും ഷ്രബുകളിലും അതിൻ്റെയൊക്കെ ലീഫിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന സ്മാൾ പോർ ഈസ് കോൾഡ് ഹൈഡത്തോഡ്.
ഓക്കെ, എക്സസ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ത്രൂ ദീസ് ഹൈഡത്തോൾ. മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡ്. ഹാർട്ട്വുഡ് എന്ന് പറഞ്ഞാൽ സം വേസ്റ്റ് മെറ്റീരിയൽസ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഇൻ ദ ഓൾഡർ സൈലം വെസൽസ് present at the center of a tree trunk and play the major role in the formation of hardwood. നമുക്കറിയാം ഈ ഹാർഡ്വുഡ് എന്ന് പറഞ്ഞാൽ കാതൽ എന്നൊക്കെ പറയും. ചില മരങ്ങൾ മുറിച്ച് നോക്കിയാൽ, വലിയ തടിയുള്ള മരങ്ങൾ മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതിലിങ്ങനെ റൗണ്ട് പല കളറും വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, റിങ്ങുകൾ ഇങ്ങനെ കാണാം, കുറച്ച് കളർ ചേഞ്ചും ഉണ്ടായിരിക്കും, ഡാർക്ക് ലൈറ്റ് കളേഴ്സ് ആയിരിക്കും അതിനുണ്ടായിരിക്കാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഈ ഓൾഡർ ആയിട്ടുള്ള സൈലം വെസൽസിൽ എന്ത് ചെയ്യും, അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഹാർഡ്വുഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാതൽ എന്ന് പറയുന്നത്, ഹാർഡ്വുഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സസ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഓൾഡർ സൈലം വെസൽസിൽ അക്യുമുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീഷനാണ്. ഇനി നെക്സ്റ്റ് ആണ് അബ്സിഷൻ ഓഫ് ലീവ്സ്. അബ്സിഷൻ ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇല കൊഴിയൽ. നമുക്കറിയാം ഒരു പ്ലാന്റിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലീഫൊക്കെ യെല്ലോ കളറായി അത് കൊഴിഞ്ഞു വീഴും അല്ലേ. പിന്നീട് അത് ചാര നിറമായിട്ട് സോയിലിൽ ഡിസോൾവ് ആയി പോവും. നോക്കാം, വെൻ ദ ലീവ്സ് ആർ അബൌട്ട് ടു fall, plants absorb all useful materials from them. Falling leaves contain mostly waste materials. ഇല പൊഴിയുമ്പോൾ ആ ഇലയിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കൊഴിഞ്ഞു വീഴുന്ന ഇലയിൽ ആദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അബ്സിഷൻ ഓഫ് ലീവ്സും എന്തിന് എക്സാമ്പിളാണ്, എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് എക്സ്ക്രീഷന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ആനിമൽസിനെ പോലെ തന്നെ എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സ് ആരിലും നടക്കുന്നുണ്ട്, പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസാണ് ഈ സ്റ്റൊമാറ്റയും ലെൻറ്റിസെല്ലും. അവിടെ ഏതൊക്കെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റാണ് റിലീസ് ചെയ്യുന്നത്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇതുകൂടാതെ ഹൈഡത്തോട് എന്ന് പറഞ്ഞാൽ ഗ്രാസിലും ഷ്രബ്സിൻ്റെ ഒക്കെ ലീഫിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന പോറാണ് ഹൈഡത്തോട്. എക്സസ് ആയിട്ടുള്ള വാട്ടറിനെയാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ ഫോർമേഷൻ ഓഫ് ഹാർഡ്വുഡിൽ പറയുന്നത് വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഓൾഡർ സൈലം വെസൽസിൽ അക്യുമുലേറ്റ് ചെയ്ത് അതെന്തിന് കാരണമാവും, ഫോർമേഷൻ ഓഫ് ഹാർഡ്വുഡ് ഫോം ചെയ്യാൻ കാരണമാവും. ദെൻ അബ്സിഷൻ ഓഫ് ലീവ്സ്, അതായത് ലീവ്സ് ഒക്കെ ഫോൾ ചെയ്യൂലേ, എന്ത് ലീവ്സ്, ലീവ്സ് ഫോൾ ചെയ്യുമ്പോൾ അതിലെന്താണ്, വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും ആ ലീഫിലുണ്ടായിരിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സിലുള്ള എക്സ്ക്രീഷനും നടക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചും ഹീമോഡയാലിസിസ്, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസംസ് ആൻഡ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്, ഇത്രയും ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.